ഈ അഖിൽമാരാർ വിൻ ചെയ്തുകൊണ്ട് നാട്ടിൽ ഭയങ്കര സ്വീകരണം അല്ലേ? ഇപ്പോൾ ചെറിയൊരു വിവാദം, അതിന്റെ കൃത്യമായ മറുപടി കൊടുക്കേണ്ട ആൾ കൊടുത്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല, സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല, നേരെ വൈഫ് ഹൗസിലാണ് പോയത് അല്ലേ? വൈഫിന്റെ അമ്മയും ഉള്ള സ്ഥലത്താണ്. അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല. അപ്പം അഖിൽമാരാർ വണ്ടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ അമ്മയുടെ അടുത്ത്, അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വരാമെന്ന് പറയുന്ന വോയിസ് വരെ ഉണ്ടല്ലേ? അമ്മ വീട്ടിൽ പോകാൻ ഞാൻ വന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് വൈകിട്ട് അമ്മയും അച്ഛനെയും, സ്വന്തം അപ്പനെയും അമ്മയും കാണാൻ പോകായിരുന്നത്? ആക്ച്വലി ഞാൻ താമസിക്കുന്നത് വൈഫ് കുടുംബത്തിലാണ്. ഞാൻ എൻ്റെ ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് വല്ലപ്പോഴും പോകുന്നതല്ലാതെ ഇവരെ കാണാൻ പോകുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങനെ പോകുക വളരെ റെയറാണ്. പക്ഷേ ഞാൻ കപ്പുമായിട്ട് വരുമ്പോൾ അവിടുത്തെ നാട്ടിലേക്ക് തന്നെ പോകണം. പക്ഷേ ഇത് 25 കിലോമീറ്റർ റോഡ് ഷോ അടൂരിൽ നിന്ന് തുടങ്ങിയതാണിത്. അപ്പം ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കരുതിയത് ഇവരിപ്പോൾ എന്നെ വന്ന് വിളിച്ച് ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കോട്ടാത്തലയിൽ കുറച്ച് ആൾക്കാർ കാണും, ഇതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഏനാത്തിൽ ലാത്തി ചാർജ്, അടി, ബഹളം തൊട്ട് അവിടുന്ന് അങ്ങോട്ട്. കാരണം എനിക്ക് ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഒന്നാമത് എനിക്ക് വയ്യ, എൻ്റെ ഒറ്റക്കാലയിലാണ് നിൽക്കുന്നത്. കാര്യം മേളിൽ കയറി നിൽക്കണമല്ലോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാല് സീറ്റിലും ഒരു കാല് മേളിലും വെച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലിലാണ് സ്ട്രെസ്സ് മുഴുവൻ കിടക്കുന്നത്. അത് നിന്ന് മുതുക് വന്നിട്ട് ഇതിൻ്റെ സൺഫ്ലോറിനകത്തിട്ട് ഇടിച്ചിടിച്ചിടിച്ച് വേദന. പക്ഷേ വഴിയിലെല്ലാം ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ നമുക്ക് മേളിൽ കയറി നിന്നേ പറ്റത്തുള്ളൂ. താനും ഒന്നിരിക്കും, അപ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറത്തെ ആൾക്കൂട്ടം. അങ്ങനെ വന്ന് ഇനി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ജനസമുദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? എൻ്റെ വീട്ടിലേക്ക് ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ റൈറ്റിലേക്ക് വണ്ടി ഒരു കാരണവശാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അവിടെ അപ്പോൾ അച്ഛൻ പറയുന്നത് നീ വരാഞ്ഞ മഹാഭാഗ്യമായെന്ന്. കാരണം വീട്ടിലും കുറേ ആൾക്കാർ. ഒന്നാമത് വീട്ടിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയ വഴിയാണ്, ഭയങ്കരമായിട്ടൊരു ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വന്ന് അതിനകത്ത് വല്ലവരും ഞെരിച്ച് കൊല്ലത്തേ ഉള്ളായിരുന്നു. അപ്പം അവർ തന്നെ അമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ പൊക്കോ. അപ്പം ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകാനല്ല ആക്ച്വലി ചെയ്യുന്നത്. ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും വലിയ എന്നുള്ള ലക്ഷ്യമാണ്. എന്നിട്ട് എൻ്റെ പുറകെ വണ്ടി. അവസാനം ഞാൻ ഹരീഷൊക്കെ പറഞ്ഞു, അളിയാ ഇവിടെ എങ്ങാനും നിർത്തി ഫോട്ടോസ് എടുക്കാൻ വന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം റോഡിൽ നിർത്തി. ആ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ, അതും കുറേ ആൾക്കാർ വന്നു. ഒരു 10-15-20 വണ്ടി ബൈക്കും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കുറേ സമയം ഇരുന്നു. പിന്നീട് അപ്പോഴാണ് ലക്ഷ്മി വിളിച്ച് പറയുന്നത്, ഇവിടെ മീഡിയ ഓൺലൈൻകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്നിട്ട് ഞാൻ കുറേ സമയം രാത്രി 1 മണിക്കോ 1:30. അപ്പോൾ ഞാൻ ഇവരോട് മീഡിയക്കാരോട് തമാശയ്ക്ക് ചോദിക്കുന്നുണ്ടില്ല, സൊലൈ എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ പാലാഴി കഥാപാത്രം ഉണ്ടല്ലോ, പത്രക്കാരെല്ലാം കൂടെ കൂടി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നടാ നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, അങ്ങനെ 1:30 പിള്ളേരെ കാണണ്ടേ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൊണ്ട് കപ്പ കൊണ്ട് വീട്ടിൽ കൊടുത്തിട്ട് കപ്പ അവിടെ വെച്ചേക്കാണ്. കപ്പ അവിടെ തന്നെ വെച്ചത്. വീട്ടിൽ പോയി വഴങ്ങഞ്ഞും കുടിച്ചാൽ വിട്ടു വന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ അഖിൽമാരാർ അമ്മയ്ക്കൊപ്പം കപ്പുമായി അത് ഫേസ്ബുക്കിൽ വരികയും ചെയ്തു. അഖിൽമാരാർ പറഞ്ഞു അങ്ങനെയൊന്നും. ഞാൻ അച്ഛൻ്റെ അമ്മേനെ കൂടെ ഒരു ഫോട്ടോ ഇന്നുവരെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. കുടുംബത്തിനകത്തെ സന്തോഷം അതിനകത്താണ്. ഇത് നാട്ടുകാരെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ പോലും ഞാൻ ആകെ എൻ്റെ വായി വന്ന വള്ളി എൻ്റെ പെണ്ണുമ്പിള്ളി അടിച്ചെന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു നെഗറ്റീവാണ് പുറത്തു വന്നത്. അല്ലാതെ ഇത്രയും കാലം അവരെ സ്നേഹിച്ചെന്നോ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചെന്നോ ഇതൊന്നും ആർക്കും ചർച്ചയില്ല. പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നിയോ പിന്നീട്? അത് സത്യം പറഞ്ഞാൽ അതങ്ങനെ ഒരു വിവാദമാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഞങ്ങളിങ്ങനെ ഈ കേരളത്തിൽ നടക്കുന്ന ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം കാണാറ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനൊരു പ്രശ്നം ഉണ്ടായാലും ഒരു അടി ഉണ്ടായാലും അത് പരിഹരിച്ച് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെ പോകാനാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പം ഞാൻ കുടുംബത്തിനുള്ളിലായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും മക്കളായാലും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഭയങ്കര ക്ലാഷാക്കിയിട്ട് അടിച്ചു പിരിഞ്ഞ് ഇല്ലാതാക്കി കളയാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ പോലും ഒരുപാട് ഗാർഹിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവസാനം 3 മാസം കഴിയുമ്പോൾ ഇവർ ഒന്നിക്കുകയും ചെയ്യും. പരാതി എടുക്കാൻ പോയാൽ അപ്പോൾ അവൻ ഒരുത്തനാടി നിൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ പിരിയാൻ ഡൈവോഴ്സ് ചെയ്യാനാണ്. പിന്നെ ഇവർ നമ്മുടെ ശത്രുവാകുന്ന അവസ്ഥ. എസ് ഐമാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നതിൽ ഇതിൽ ഇടപെടരുത്, ഇവരുടെ ഏറ്റവും വലിയ ശത്രു നമ്മളാവും, പരിഹരിച്ച. അപ്പോൾ ഈ മധ്യസ്ഥത വഹിച്ച് എനിക്കതൊരു ശീലമായി. ചേച്ചി അത് അമ്മൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ അപ്പോൾ അയാൾ ഇന്നലെ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് അയാൾ എൻ്റെ മുടിക്ക് കയറി പിടിച്ചടാ അതല്ല ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പരിഹരിക്കുന്നൊരു രീതി അത്രയൊന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ലൈഫിലും പണ്ടിങ്ങനെ നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചിലത് പറഞ്ഞ് പരിഹരിച്ച് എന്ന് കരുതി ഗാർഹിക പീഡനങ്ങളെ ലഘൂകരിച്ച് പറഞ്ഞതല്ല. ചിലയിടത്തൊരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാതെ എൻ്റെ അച്ഛനമ്മ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറയും, എന്തിനാണ് കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? 3 ഒന്നിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നീ വഴക്കുണ്ടാക്കണം, ഇല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് പോകും. ഇത് അച്ഛനോട് അമ്മയോട് ഞാൻ പണ്ടേ പറയുന്നതാണ്. ഞാൻ എൻ്റെ വൈഫുമായിട്ട് സ്ട്രേറ്റ് ഒരു കാര്യം പറഞ്ഞ് ഇന്നുവരെ വഴക്കിട്ടിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയായിട്ടുണ്ടായ വഴക്കിനകത്ത് ഞാൻ അവൾ ചെന്ന് കയറിയപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അത് ഞാൻ ഒരിക്കലും അല്ലാതെ ലക്ഷ്മി അത് ചെയ്യരുത് ഇത് ഒന്നും പറയത്തില്ല. അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് ഞാൻ അവളോട് പറഞ്ഞത് നീ സ്വയം പര്യാപ്തമാവടി. അവളോടനെ പറയുന്നത് ഇല്ലില്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവില്ല, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ ജീവിക്കും. ഇത് ഞാൻ പിന്നെ എങ്ങനെ ഞാൻ സ്ത്രീയെ സ്വയം പര്യാപ്തമാക്കും? അവളോട് നമ്മൾ നീ എല്ലാം ചെയ്യുന്ന പറയുന്നത്. മക്കളെ അങ്ങനെ തന്നെ വളർത്തുന്ന. ഇനി നമുക്ക് മറ്റൊരു, ഞാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ റോബിനെ പോലെ ആവുമോ അഖിൽമാരാർ എന്നാണ്. അഖിൽമാരാരെ കുറിച്ച് നമുക്കറിയാം, സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, റോബിനെ പോലെ ആവുമോ? വലിയൊരു ചോദ്യം കേട്ടോ.
എൻ്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ പിള്ളാണ്, എൻ്റെ പേര് അഖിൽമാരായിരുന്നു. അതിൽ കൂടുതൽ മറുപടി ഉണ്ടോ? കൃത്യം മറുപടിയാ. പക്ഷെ ആളുകളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. ആർക്കും ആരും ആവാൻ പറ്റില്ല, അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ എനിക്കൊരിക്കലും ഹൈദരലി ആവാൻ പറ്റില്ല, ഹൈദരലിക്ക് ഞാനും ആവാൻ പറ്റില്ല. നമുക്ക് മോഹൻലാലിന് മമ്മൂട്ടി ആവാൻ പറ്റില്ല, മമ്മൂട്ടിക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യമേ ഒരു ഇതില്ലാത്ത ചോദ്യമാണ്. പിന്നെ ഇങ്ങനെ ചോദിക്കാം, ഒരു സീസണിൽ ഇറങ്ങി അയാൾ പുറത്ത് കാട്ടിക്കൂട്ടിയതുപോലെ നിങ്ങൾ കാട്ടിക്കൂട്ടുമോ? അതായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ബിഗ് ബോസിനകത്ത് എന്താണോ ചെയ്തത് ഇത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ അതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എത്രയോ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് അത് അതേപടി നടന്നിട്ടുണ്ട്. ഇപ്പം മാണി സാറ് മരിച്ച സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, കെ എം മാണി പോയി, ഇനി ജോസ് കെ മാണി എന്ന് പോകുമെന്ന് നോക്കാം LDFലേക്ക്. കൃത്യമായിരുന്നു. BJP കർണാടകത്തിൽ അധികാരത്തിൽ വരുമെന്ന് 1 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വന്നത് ശേഷം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ BJP അധികാരത്തിൽ വരും. സിദ്ധരാമയ്യ കുമാരസ്വാമി മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ മുൻകൂട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല അത് നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നുന്നൊരു ഇല്യൂഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കപ്പടിച്ചിട്ടേ പോകുള്ളൂ പറഞ്ഞത്. അത് ബിഗ് ബോസിനകത്ത് കയറി എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഇവിടെ ഒരാൾ എന്നെ പരാജയപ്പെടുത്തില്ല, കളിച്ചാരും എന്നെ തോൽപ്പിക്കില്ല. എന്നെ 2 രീതി തോൽപ്പിക്കാം. ഒന്ന് സ്നേഹിച്ച് തോൽപ്പിക്കാം, 2 ചതിച്ച് തോൽപ്പിക്കാം. ഈ 2 രീതിയിലല്ലാതെ സ്ട്രേറ്റ് കളിച്ച് എന്നെ ഒരാൾ തോൽപ്പിക്കില്ല. അത് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതാണ് ബിഗ് ബോസ് എങ്കിൽ അത് സ്ട്രേറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഈ ഗോപിക അല്ലെങ്കിൽ ഇവരൊക്കെ ഹനാൻ ഇവരൊക്കെ കുറച്ച് അല്ലാതെ കുറേ ആക്ടിവിറ്റീസൊക്കെ കാണിച്ചു. അത് വർക്കാവുകയും ഇവർ നിലനിൽക്കുകയും ചെയ്താൽ അഖിൽമാരാർക്ക് പിന്നെ ബിഗ് ബോസിൽ സ്പേസ് ഇല്ല. ഞാൻ ഇറങ്ങിപ്പോകാനേ പറ്റും. എനിക്ക് അങ്ങനെ ആൾ ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ തോന്നിയിരുന്നോ? തോന്നി. ഞാൻ 20-ാം ദിവസം ഇറങ്ങിപ്പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു. ഞാൻ കരഞ്ഞില്ല. കരഞ്ഞ ദിവസം ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഗെയിം കളിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പരിപാടി. എനിക്ക് ഒരാളുടെ എൻ്റെ കൂടെ ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അയാളുമായി ഓടി തോപ്പിക്കാം, അല്ലാതെ ഓടാൻ നിൽക്കുന്നവന് വയറിളകാളം മരുന്ന് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നിട്ട് ഇത് ഗെയിമാണ്, ഞാൻ ജയിച്ചു, മറ്റവൻ വയറിളകോടെ കിടക്കുകയാണ്, അവൻ നല്ല ഓട്ടക്കാരനാണ്, നല്ല ഓട്ടക്കാരനെ ഓടി തോപ്പിക്കണ്ടേ? ഉസൈൻ ബോൾട്ടിനെ ഓടി തോപ്പിക്കുന്നവനല്ലേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനെന്ന് പറയത്തുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ എൻ്റെ നാട്ടിലുള്ളൊരു മുടന്തനെ ഓടി തോപ്പിച്ചിട്ട് സോറി അത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാതെ ക്ഷമിക്കണം, അങ്ങനെ ഉദ്ദേശമല്ല. കാല് വയ്യാത്ത ഒരാളെ ഓടി തോപ്പിക്കുന്ന കാര്യമില്ല. പറയൂ. ഇവിടെ എവിടെ കൺഫ്യൂഷൻ ഉള്ളൂ? ഇല്ല, അങ്ങനെ വിളിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നണം? ആ കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ ടാസ്ക് ഇടും മറ്റുമൊക്കെ പരിപാടി. എങ്കിലും ടെൻഷൻ അടിക്കുമോ? എന്തെങ്കിലും പറയാനുണ്ടാവും? ഞാനിപ്പോൾ എൻ്റെ ഭയങ്കര വിഷയങ്ങൾ വന്ന 2 സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ, മറ്റേ ജുനൈസ് ഹോട്ടലിലെ വിഷയം. അപ്പോൾ ഞാൻ പുറത്തേന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പോവാണ്. ടെൻഷൻ അടിക്കാന്നുണ്ടെങ്കിൽ അയ്യോ പിന്നെ ജുനൈസ് നീ മാപ്പ് പറയണ ഏടാ, ഞാൻ ക്ഷമിച്ചടാ, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പല കാര്യത്തിനും ബിഗ് ബോസ് ഇങ്ങനെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ പല ആളുകൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ കൂടുതലും ടാസ്കുകൾ അല്ലെങ്കിൽ വായിക്കാൻ ഇങ്ങനെ ഇപ്പം ഒരുപാട് 3 പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ ആയിരിക്കും വിളിക്കുന്നത്. ചിലർ വായിച്ച് കുളമാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കറിയാം കുറച്ച് ഇത് കാണും. ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മളൊരു വ്യക്തി എന്താണെന്ന് ഓപ്പണായിട്ട് പറയാൻ കഴിയുന്നതാണ് അല്ലേ? അതെ, കൃത്യമായിട്ട് രജിസ്റ്ററാണ്. അഖിൽമാരാർ ഞാൻ കണ്ട ഒരു അഖിൽമാരല്ല അവിടെ പോയപ്പോൾ. ഞാൻ അഖിൽമാരാർ വേറൊരാളായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അഖിൽമാരുടെ സ്വഭാവം മൊത്തം കണ്ടപ്പോൾ എനിക്കൊന്ന് ദേഷ്യവും തോന്നി. തിരിച്ചു വരുമ്പോൾ ഒന്ന് വഴക്കുണ്ടാകുന്നു. പക്ഷെ വിൻ ചെയ്ത് വന്നപ്പോൾ ഒന്നും പറയാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ, ആളായി മാറുവാണ് അവിടെ പോകുമ്പോൾ. അല്ല, അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാർക്ക് അറിയാം, എൻ്റെ കൂട്ടുകാർക്ക് അറിയാം. ഇപ്പം ജോയിച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് യാത്ര പോകുന്ന എന്തിനാണ്? പുള്ളി 15 മണിക്കൂർ 16 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇത്രയും സമയം ഞാൻ സംസാരിക്കുമ്പോഴും ഭയങ്കര തമാശ പറഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ ടിപ്പിക്കലി ഞാൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അത് മരണ വീട്ടിൽ പോയി ഞാൻ പറയും, എനിക്കതാണ് ഇഷ്ടം. കാരണം എന്തിനാടാ ദുഃഖിക്കുന്നത്, ജീവിതത്തിൽ എന്തിനു ദുഃഖിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇന്നല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ, നമുക്ക് നാളെക്കുറിച്ച് നമുക്കറിയില്ല. ഇന്നലെകൾ കഴിഞ്ഞു, ഈ നിമിഷം സന്തോഷത്തോടെ ഇരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുമ്പോഴത്തേക്ക് ആ സാധനമായിട്ട് കിട്ടത്തതുമില്ല. പണ്ട് ഞാനൊരു വണ്ടി കച്ചവടം, ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനൊരു വണ്ടി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടൊരു 3.5 ലക്ഷം രൂപ, അന്നൊരു 3000 രൂപ പോലും എനിക്ക് വിലയുള്ള സമയം, കടം പേടിച്ച് 3.5 ലക്ഷം രൂപ കൊണ്ട് കൊച്ചിയിൽ വണ്ടി എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് ബാങ്കിൻ്റെ ഫിനാൻസിൻ്റെ കുറച്ച് പ്രശ്നമോ വണ്ടിക്കൊണ്ടെന്നും, പക്ഷേ ഫിനാൻസ് ക്ലോസ് ചെയ്തതിൻ്റെ കുറേ പേപ്പറൊക്കെ ഇവർ നമ്മളെ കാണിച്ചു. നമ്മൾ അഡ്വാൻസ് ഇവർക്ക് കൊടുത്തു 25,000 രൂപ. അപ്പോൾ ഈ ബാലൻസ് പൈസയായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്. ആ പൈസ നമ്മുടെ 3.25 ലക്ഷം രൂപ വണ്ടി 25,000 കൊടുത്ത് 3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കൊട്ടാരക്കരയുള്ള ബ്രാഞ്ചിൽ കയറിയിട്ട് ഇത് ക്ലോസ് ചെയ്തോ ഇല്ലയെന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ അവരോട് കയറി പേഴ്സണലി ഇവർ പറഞ്ഞു ഇല്ല, അതിപ്പോഴും 4 ലക്ഷം രൂപ പെൻഡിങ് ആണല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ പറ്റിച്ചോ, 25,000 രൂപ അന്ന് വലിയ പൈസയാണ്. അപ്പോൾ 25,000 രൂപ എന്നെ പറ്റിച്ചു. അപ്പോൾ എൻ്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞു പറ്റിച്ചാണെന്നുണ്ടെങ്കിൽ പണി ഞാൻ കൊടുക്കും, നേരെ ചെല്ലുക, വണ്ടി എടുത്തുണ്ടെങ്കിൽ പോരുക, ബാക്കി പൈസ നമ്മൾ കൊടുക്കുന്നില്ല, വണ്ടി എടുത്തുണ്ടെങ്കിൽ ഒരു 25,000 രൂപ തരുവാണെങ്കിൽ വണ്ടി കൊടുക്കാം. അപ്പോൾ അവരും അളിയെ കൊച്ചിയൊക്കെ നമുക്കറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്തു ചെയ്യലെന്തോ വാ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കും.
തിരിച്ചു വന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഞാൻ മുണ്ട് ഇങ്ങനെ അഴിച്ച് മടക്കി കുത്തി കാറിനകത്തോട്ട് കയറി വണ്ടി ഇച്ചെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എന്ത് ചെയ്യും? അപ്പം പറഞ്ഞു പൈസ എത്തി. ഞാൻ പറഞ്ഞു പൈസ മുണ്ട് മടക്കി കുത്തിയപ്പോൾ അവിടെ ഇവിടെ വെച്ചു. മുണ്ട് കൈ പൈസ പിടിച്ചിട്ട് മുണ്ട് അഴിച്ച് മടക്കി കുത്തിയപ്പോൾ ഇത് സൈഡിലോട്ട് വെച്ചതാണ്. ഇത് വെച്ചത് അവിടെ അലൈൻമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്ന വേറൊരു മാരുതിക്കാരൻ്റെ ബോണറ്റിനെ മണ്ടക്കോട്ടാണ്. അവിടെ ചെന്നപ്പോൾ പൈസയില്ല കാറുമില്ല ഒന്നുമില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ. അപ്പോൾ എൻ്റെ കൂടെ വന്നവന്മാരുടെ ശരീരം തളരുകയാണ്. കാര്യം അവരും നമുക്കൊന്ന് 21-27 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അത്രയും വലിയ പൈസയല്ലേ ആ സമയത്ത്. ഞാൻ പറഞ്ഞാൽ ആ പോയത് പോയി. അപ്പോൾ അന്ന് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് i20 കാറുണ്ട്. അത് വിറ്റാൽ ഒരു 3 ലക്ഷം രൂപ കിട്ടും. ബസ്സിലല്ലേ നടന്നത് ഇത്രയും കാലവും. ദൈവം ബസ്സിൽ നടക്കാനാണ് വിധിച്ചത്. നീ അളിയൊരു കാര്യം ചെയ്യും, ഇത് വിൽക്കി, കടം മേടിച്ച പൈസ കൊടുക്ക്, കാര്യങ്ങൾ ക്ലോസ് ചെയ്യും എന്നാണ് എപ്പോഴും പറഞ്ഞത്. ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസം കൊണ്ട് 3,80,000 കൊണ്ട് കളഞ്ഞു. ഗുജറാത്ത് ഇലക്ഷനിൽ BJP ജയിക്കുമെന്ന്, അല്ല കോൺഗ്രസ് ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് പന്തായം വെച്ചില്ല. ഷെയർ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്തു. കാര്യം അന്നെന്താ സംഭവിക്കുക, BJP തോറ്റാൽ ഷെയർ മാർക്കറ്റ് ഇടിയും, ഭീകരമായിട്ട് ഇടിയും. കാരണം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം ആരംഭിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ വിലയിരുത്തൽ, എൻ്റെ അനാലിസിസിൽ BJP തോക്കാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടാകുന്നു അവിടെ. മോദിയല്ല വീണ്ടും മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. GSTയുടെ പ്രശ്നങ്ങൾ, മറ്റ് പട്ടേൽ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റേ നമ്മുടെ പ്രവീൺ തൊഗാഡിയ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തൊട്ട് ഭീകര പ്രശ്നങ്ങൾ. മാത്രമല്ല അവിടെ 38% വോട്ട് കോൺഗ്രസിനുണ്ടെന്ന് താനും. ഒരു തിരിച്ചു വരാം. പക്ഷേ എൻ്റെ ചിന്ത എന്താണെന്നറിയോ, 5 ലക്ഷം രൂപ അതിനകത്ത് കൊണ്ടിട്ടേക്കുന്നു. BJP തോറ്റാൽ എനിക്കൊരു 25 ലക്ഷം രൂപ വോട്ട് 50 ലക്ഷം രൂപ വരെ പുല്ലുപോലെന്ന് വൈകിട്ട് കിട്ടും. മാർക്കറ്റ് ഇടിഞ്ഞാൽ എനിക്ക് അത്രയും പൈസ കിട്ടും. അങ്ങനെ ആദ്യം 80,000 രൂപ ലാഭമായി. കാര്യം ഇടയ്ക്കുന്ന് കോൺഗ്രസ് ഫ്രണ്ടിൽ വന്നു. ഞാൻ വിചാരിച്ചു പരിപാടി സക്സസ് ആയി. അവർ അടാപടലം പോയി. പിന്നെ സെക്കൻഡുകൾക്കുള്ളിലാണ് മാറി മറിഞ്ഞതും പൈസ പോയതും. അപ്പോഴും ടെൻഷൻ അടിച്ചില്ല. അപ്പോഴും ഒരു 3 ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തിട്ട്, കാർഷിക വായ്പ ഇപ്പോഴും അടച്ചിട്ടില്ല, ജപ്തിയായി കിടപ്പുണ്ട്. അതിനെ അടയ്ക്കാം. ഞാനൊന്നിലും ടെൻഷൻ അടിക്കില്ല. ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കത്തില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് എന്തിനായിരിക്കും? ഒന്നിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചില്ല. ഈവൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിക്കിടുന്ന സമയത്തായാലും കുട്ടിയെ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം എന്താ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഓവറൊക്കെ എറിയാൻ വരുമ്പോൾ അളിയെ ജയിപ്പിക്കണമെന്നൊക്കെ ഒന്ന് പറയുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ വരും. കാര്യം ഇവന്മാരെല്ലാവരും നമ്മളെ വിശ്വസിക്കുകയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലുള്ള കുറേ ആൾക്കാർ നമ്മളെ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഈ RSS ശാഖയിലായിരുന്നല്ലോ ആദ്യം. RSSുമായിട്ട് വലിയ കണക്ഷൻ ആയിരുന്നല്ലോ അല്ലേ കുട്ടിക്കാലത്ത്? +2 വരെ RSS ശാഖയിൽ പോയി. പിന്നെ എന്തുകൊണ്ടാണ് RSS വേണ്ടതെന്ന് തീരുമാനിച്ചത്? അന്ന് നമുക്കങ്ങനെ രാഷ്ട്രീയം വെച്ചിട്ടൊന്നുമില്ല. അമ്പലത്തിനകത്ത് കബഡികളി നടക്കും. കബഡികളി, മറ്റു പരിപാടികൾ, ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ സമയത്തുള്ള ചിന്തകളിൽ നമ്മൾ അങ്ങനെ പോകാറുണ്ട്. അപ്പം പോയി പരിപാടിയിൽ പങ്കെടുക്കുന്നു, അങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നു. അപ്പം ഒരു രാഷ്ട്രരക്ഷാ സഞ്ചലനം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടി അവിടെ നടക്കുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അതിന് വേണ്ടിയിട്ട് കുറേ ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ അവനാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയപ്പം അവർ പറഞ്ഞ 1-2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് എനിക്കൊട്ടും വർക്കായില്ല. അങ്ങനെയാണ് അന്ന് അവരുമായിട്ടുള്ള, പക്ഷേ എല്ലാവരോടും സൗഹൃദവും സ്നേഹമൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ആ പ്രവർത്തനമൊന്നുമില്ല. ഈ ശാഖയ്ക്ക് പോകുന്ന പരിപാടി അന്ന് അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ പോകില്ല. പിന്നീട് കോൺഗ്രസിലേക്ക് നേരെ കയറും. പിന്നീട് അതൊക്കെ അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജിൽ പോയി. കോളേജിലൊന്നും എനിക്കൊരു രാഷ്ട്രീയമില്ല. ഞാൻ കോളേജിൽ അപ്പോൾ അത് എൻ്റെ ഫാത്തിമ കോളേജിൽ എൻ്റെ പഠിച്ച ആൾക്കാർക്ക് വെച്ചാൽ മതി. എനിക്ക് ABVP ഇല്ല, SFI ഇല്ല, KSU ഇല്ല, ഒന്നുമില്ല. ഒരു പാർട്ടിയില്ല കോളേജിൽ. ഇറങ്ങിയപ്പോഴും ഇല്ല. ഇപ്പം മനുഷ്യരുടെ കൂടാണ്. അങ്ങനെയല്ലോ അഖിൽമാരാർ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. പിന്നെ എന്താണ് ഇപ്പോൾ പാർട്ടി? അല്ല, എനിക്കുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഭയങ്കര സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ കോൺഗ്രസിലില്ലേ? എവിടുന്ന്? ഇല്ല. എല്ലാവരുടെ സ്നേഹമാണ്. എന്നെ സുധാരേട്ടൻ വിളിച്ചിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJPയിലും എനിക്ക് സൗഹൃദമുള്ള ആൾക്കാരുണ്ട്, കോൺഗ്രസിലും സൗഹൃദമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ വലിയ അടുപ്പമില്ലാത്തത് ഇടത്ത്. കാരണം ടിപ്പിക്കലി എൻ്റെ ചിന്തകൾ പലപ്പോഴും ഒരു ലെഫ്റ്റ് വിരുദ്ധമാണ്. പൊളിറ്റിക്കൽ ചിന്തകൾ കൂടുതലും ഒരു ലെഫ്റ്റ് വിരുദ്ധമാണ്. നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ ഒരു ലെഫ്റ്റ് ചിന്തകളല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ് തോട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അല്ലാതൊക്കെ കൂടുതലും കുറച്ച് റൈറ്റ് വിങ് പക്ഷത്താണ് എൻ്റെ ചിന്തകൾ പലപ്പോഴും ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. വിശ്വാസമായാലും മറ്റു കാര്യങ്ങളായാലും ഒരു രാഷ്ട്രീയമില്ല കേട്ടോ. ഞാൻ ജനങ്ങളുടെ ശരികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ജനങ്ങളുടെ ശരിക്കൊപ്പമാണോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം? ഒരിക്കലുമല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ശരികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് നിന്നിട്ട് ആ പാർട്ടിയുടെ ശരികൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അവിടെ പാർട്ടിയുടെ ശരിയും ജനങ്ങളുടെ ശരിയും രണ്ടും. ഈ ബിഗ് ബോസിനെ പോലെ ചിന്തിച്ചാൽ മതി. ബിഗ് ബോസിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പുറത്തെ ജനങ്ങളുടെ ചിന്തകൾക്കൊപ്പമാണ് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ട്. അവിടെ ഒരു പാളിച്ച പറ്റി എന്തായിരുന്നു? മധുയുടെ വിഷയത്തിൽ. അയ്യോ, അതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല. ആക്ച്വലി അത് വലിയ ചർച്ച ഞാൻ അറിഞ്ഞു. ഭയങ്കര വിഷയം. അഖിൽമാരാർ ആ സമയത്തെല്ലാം ഔട്ടായി വന്നെങ്കിൽ നാട്ടുകാർ കൊന്നേനെ. നന്നായി. ഞാനൊരിക്കലും അന്ന് ഈ ആക്ച്വലി പുള്ളിയുടെ വിഷയത്തിലൊക്കെ ഞാൻ കവിത എഴുതുകയും സോൺറോയ് സാറിൻ്റെ അടുത്ത്, സോൺറോയ് സാർ ആദ്യം ഒരു 4 വരി കവിതയാണ് അന്ന് എഴുതുന്നത്. അപ്പം ഞാൻ സാറിനോട് പറയുന്നു, സാറേ ഇത് ഭയങ്കരമായ ഒരു വിഷയമാണ്, കവിത ഡീറ്റെയിൽ ചെയ്ത് എഴുതിക്കോളൂ, അത് പാട്ടാക്കി ചെയ്യണം. അങ്ങനെയാണ് ഫസ്റ്റ് സോഹൻ റോയി തൻ്റെ ഓഡിയോ സോങ് ആയിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റാണ് ആ സമയത്ത്. അപ്പം
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ സംഭവിച്ചൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ ഫുഡും കുന്തൊന്നുമില്ല. വളരെ 2 ചപ്പാത്തിയൊക്കെയാണ് നമ്മൾ ഒരു നേരം കഴിക്കുന്നത്, മാക്സിമം 2 ചപ്പാത്തി, ചിലപ്പോൾ 1.5 ചപ്പാത്തി. നല്ല ഫുഡ് കിട്ടാറില്ലേ? ഇല്ല, പപ്പടം പോലും ലക്ഷറി ആണെന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് എത്ര പപ്പടമാണ് തരുന്നത്? 20 പപ്പടമാണ് തരുന്നത് ഒരാഴ്ചത്തേക്ക്. ഇത് കട്ട് ചെയ്ത് 4 പീസാക്കിയിട്ട് ഇല്ല നമ്മളില്ല എന്താ പറയുന്ന മുറുക്കൊക്കെ കഴിക്കുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. എനിക്ക് 11 കിലോ ചുമ്മാതാണെന്ന് കുറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് അത്ര ഭക്ഷണം റെയറായിട്ടുള്ള സ്ഥലത്ത് ലക്ഷറിയിൽ കിട്ടിയ ജാമ് 2 പ്രാവശ്യമല്ല, അപ്പം മീശമാധവനാന്ന് പറഞ്ഞൊന്ന് അടിച്ചു പറ്റും. അപ്പം ഞാൻ ഇച്ചിരി സർക്കാസ്റ്റിക്കായിട്ട് പണ്ടും ഒരു മനുഷ്യൻ താൻ വിശന്ന് വലഞ്ഞ് ഇച്ചിരി ഒരു ആഹാരം മോട്ടിച്ചപ്പം കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ മനുഷ്യനെ കൊന്നു. അതേ കണക്ക് ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന കുറേ ഭ്രാന്തന്മാരുണ്ട്. ഏതാ ഹൗസിനകത്ത് കുറേ ഇത് മധു എന്ന് പറയുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചത്. അത് പുറത്ത് എങ്ങനെ പോയെന്ന് എനിക്കൊരു മനസ്സിലായതേ ഇല്ല. അതാ ഞാൻ സാഗറിനെ മധുവായിട്ട് കണ്ടപ്പോൾ സാഗർ ചെയ്യുന്ന ആക്ടിനെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തത്. ഭക്ഷണം എടുത്താൽ ഇവിടെ ഉള്ള ഭ്രാന്തന്മാരെ കൂടെ നിന്നെ തല്ലിക്കില്ല, അതായത് ഇവിടെ ഉള്ള ഭ്രാന്തന്മാരെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇവർക്ക് ആ ബോധമില്ലല്ലോ, അങ്ങനെ അർത്ഥത്തിലാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി. അത് ഹൃദയത്തിൽ തട്ടി മാപ്പും പറയുന്നുണ്ട്. അത് അപ്പോഴും ഇപ്പോഴൊക്കെ അല്ല, അത് കൃത്യമായിട്ട് ലാലേട്ടൻ വന്നപ്പോൾ മാപ്പ് പറഞ്ഞു. അവിടെ ഒരു വിഷയം വീണ്ടും ഉണ്ടായി. ആ മാപ്പ് പറയുമ്പോഴും സാഗറുമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായി. അതിന്റെ ഒരു സ്റ്റിൽ നമുക്ക് കാണാം. ഇത് ഓർക്കുന്നുണ്ടോ? ബാഡ്ജ് കളഞ്ഞിട്ട് പോയി ലാലേട്ടൻ ഒന്ന് ഷോ അവസാനിപ്പിച്ചിട്ട് ഇറങ്ങി. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അത് അഖിൽമാരാർ ഒരു വ്യക്തിയെ കാരണമാണ് ഷോ അവസാനിപ്പിച്ചിട്ട് പോയത്. അല്ല, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ ഹൈദറും തമ്മിൽ ഇവിടെ വെച്ചൊരു പ്രശ്നം നടക്കുന്നു. ഞാൻ നിങ്ങളോട് പേഴ്സണലി വന്നിട്ട് പറയാം, ഹൈദരെ സോറി, നിങ്ങളോട് അല്ലല്ല ഇത് നിങ്ങളെല്ലാവരെയും മുന്നിൽ വെച്ചാണ് എന്നെ അപമാനിച്ചത്, നിങ്ങൾ പബ്ലിക്കായിട്ട് സോറി പറയണം. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം പേഴ്സണലി സോറി പറയുമ്പോൾ ആൾക്കാർക്ക് വർക്കാവില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. പബ്ലിക്കായിട്ട് പറയുമ്പോഴാണല്ലോ ഒരാൾക്ക് നാണം. ഇത് ഞാൻ പബ്ലിക്കായിട്ടാണ് സോറി പറഞ്ഞത്. ഹൗസിൽ എല്ലാവരുടെ സോറി പറയുന്നു, ജനത്തിനോട് സോറി പറയുന്നു. പിന്നീട് സാഗർ കേട്ടിട്ടില്ല ഞാൻ അവനെ തെറി വിളിച്ചത്. ഒരാൾ കേൾക്കപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുന്നത് ഞാൻ അതിലേട്ടൻ തെറി വിളിച്ചു. എന്ത് തെറി വിളിച്ചു? ഏത് തെറി വിളിച്ചു? ഇത് കേൾക്കാത്ത ഒരാൾ, മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ക്യാപ്റ്റൻ ആകൂ, ഞാൻ ബാഡ്ജ് കെട്ടിക്കൊടുക്കാൻ സന്തോഷപൂർവ്വമാണ് പോകുന്നത് അല്ലേ? എനിക്ക് ഞാൻ വളരെ സന്തോഷമാണ്. അപ്പം അയാളത് സ്വീകരിക്കുക. സ്വീകരിച്ചതിന് ശേഷം ഹൗസിൽ ഫുൾ ടൈം ക്യാമറ ഓണാണല്ലോ, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കുമല്ലോ, അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടല്ലോ. അല്ലാതെ ഈ നിമിഷം അലമ്പാക്കരുത്. കാരണം അതിന് ഞാൻ ഹൗസിൽ തന്നെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞു. ഇപ്പം ഏഞ്ചലീനും മനീഷ ചേച്ചിയുമായിട്ടൊരു ഇഷ്യൂ നടന്നു. ആ ഇഷ്യൂവിൽ രാത്രിയിൽ ഗോപികയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തോ മനീഷ ചേച്ചി തമാശ രൂപേണ പറഞ്ഞത്, പക്ഷേ ഏഞ്ചലിനത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഏഞ്ചലിന് ആ രാത്രി പറയാതെ പിറ്റേ ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ ഇത് പറഞ്ഞപ്പോൾ അവളൊരു വാചകം കൂടെ ചേർത്തു, തലേന്ന് രാത്രി ഞാനിത് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ അലങ്കോലമായേനെ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന്. അതായത് 20 വയസ്സുള്ളൊരു കുട്ടി, അവൾക്ക് പലവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവൾ ഭയങ്കര പൊട്ടിത്തെറികളൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അവൾ പോലും അത്ര പക്വതയോടുകൂടി തൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ അലമ്പാക്കണ്ട, അതുകൊണ്ട് അത് ചോദിക്കേണ്ട, അത് ഞാൻ പിറ്റേന്ന് ചോദിക്കാമെന്ന് വെച്ചു എന്ന് പറയുന്ന ഒരു പക്വതയുടെ പകുതി കാണിച്ചാൽ പോരായിരുന്നു ഇവർ. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സാഗറിന് ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ സാഗർ തന്നെ പിന്നീട് എന്നോട് വന്ന് പറഞ്ഞു കേട്ടോ, റൈസിങ് ഓഫ് അഖിൽമാരാർ സ്റ്റാർട്ടിങ് ഫ്രം ഇതായിരുന്നു. ഇതൊക്കെ ദൈവം വിധിച്ചാവാം അങ്ങനെ ഒരു മൊമെൻറ്റ് സംഭവിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്ന വ്യക്തി ആരായിരിക്കും? എനിക്കോ ഉണ്ടായിരുന്നത് ഗെയിമിലായിട്ട് മൊമെന്റുകളിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതായത് സാഹചര്യങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ട്, അല്ലാതെ വ്യക്തികളോട് എനിക്കൊരു വ്യക്തികളോടല്ല ഞാൻ ചോദിച്ചത്. ചില സമയത്ത് ശോഭയോട് ദേഷ്യം വന്നിട്ടുണ്ട്, ജുനൈസിനോട് ദേഷ്യം വന്നിട്ടുണ്ട്, സാഗറിനോട് ദേഷ്യം വന്നിട്ടുണ്ട്. ഇവരോടൊക്കെയാണ് ദേഷ്യം വന്നിട്ടുള്ളത്. വേറെ ആരോടും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമൊന്നും വന്നിട്ടില്ല. സെറീനയോടും ദേഷ്യം വന്നിട്ടുണ്ട്. സെറീനയോടും കാരണം സെറീനയൊക്കെ നമ്മൾ എന്താണ് ഒരാൾ പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാണ്ടാണ് വന്ന് റിയാക്ട് ചെയ്തത്. അവളും അതും കാണാത്ത കാര്യം. സെറീനെ വന്ന് തർക്കിക്കുന്ന വിഷയം പോലും സെറീനെ കണ്ടിട്ടില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അഖിൽമാരാർ ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ പേര് ഔട്ടായല്ലോ. ഈ 5 പേരിൽ ഒരാൾ വേണമെന്ന് അഖിൽമാരാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആരായിരുന്നു? വിഷ്ണു 100%. വിഷ്ണു ഉറപ്പ്. വിഷ്ണുവാണ് ഫസ്റ്റ്. റിനോഷ് ഉണ്ടാവണമായിരുന്നു. വിഷ്ണു മലയാളം സീസൺ 5 ആദ്യ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട അഖിൽമാരാർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. ആ നിമിഷം എങ്ങനെ ഓർക്കുന്നു? ആ മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിനെസ് ആദ്യം ഫീൽ ചെയ്ത മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ക്യാപ്റ്റൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് പുറത്തേക്ക് വരും. പിന്നെ ആ ടാസ്ക് അതൊരു സ്കിൽഡ് ടാസ്ക്കാണ്. ഇപ്പം നമ്മളില്ല എന്താ പറയുക, ബാക്കിയുള്ള പല ടാസ്കും ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരെ സപ്പോർട്ടോടുകൂടി ജയിക്കേണ്ട ടാസ്കുകളൊക്കെയാണ് പലർക്കും. എനിക്ക് കിട്ടിയ 2 ക്യാപ്റ്റൻസി ടാസ്കിൻ്റെയും പ്രത്യേകത നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. അത് കാഴ്ചക്കാർക്ക് ഭയങ്കര രസമുള്ള ടാസ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരാളെ സ്കില്ല് കാണിക്കാൻ പറ്റുന്നൊരു ടാസ്ക്കുമായിരുന്നു. അപ്പം ആ ടാസ്കിൽ വിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. ആൾക്കാർക്ക് ഞാൻ വർക്കായി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. അതെനിക്ക് ഗംഭീര മൊമെൻ്റ് ആയിരുന്നു. ആളുകൾ സ്വീകരിച്ച് തുടങ്ങിയെന്ന് തോന്നിയ മൊമെൻ്റ് അവിടെ വെച്ചായിരിക്കും. അതായത് ക്യാപ്റ്റൻസിയിൽ ഞാൻ എടുത്തപ്പോഴും
ഞാനങ്ങനെ ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആയിട്ടൊന്നും എൻ്റെ ഇമോഷൻസ് കാണിക്കുന്ന ഒരാളല്ല. ജസ്റ്റ് ലൈക്ക് ധോണി. എനിക്ക് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യൻ ധോണിയാണ്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ പോലെ തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനുഷ്യൻ വേൾഡ് കപ്പ് കിട്ടുമ്പോഴും എടുത്ത് വേറെ കൊടുക്കുന്ന സുഖമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ ആ മൊമെൻറ്റിൽ ഞാൻ അതിൻ്റെ സന്തോഷം പങ്കുവച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി, വർക്കാകും, മുന്നോട്ട് പോകും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ തോട്ട് പ്രോസസ്സും വർക്കായി, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. കാരണം ഞാനും നാദരയും തമ്മിൽ നടക്കുന്ന ഫസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, കട്ടയുടെ ടാസ്ക്. ഈ കട്ട ടാസ്കിൽ നാദർ ആക്ച്വലി സേഫ് സോണിൽ നിൽക്കുകയാണ്. അവിടെ ഞാനാണ് മറ്റേ ഗ്രനേഡ് കിട്ടിയിട്ട് നോമിനേഷനിൽ കിടക്കുന്ന ആളാണ്. ഞാൻ ചെയ്യേണ്ടത് ഈ നീലക്കട്ട പറക്കി കൊണ്ടുവന്ന് എങ്ങനെങ്കിലും നാദരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് നാദരെ തോൽപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ഒരു ടീമിനെ തോൽപ്പിക്കണ്ട. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, വേണ്ട, ഇവിടെ അങ്ങോട്ട് ഇത് ഞാനും അവളും ഒരു ടീമാണ്. എൻ്റെ ടീമിൽ നിൽക്കുന്ന ഒരാളെയാണോ ഞാൻ പരാജയപ്പെടുത്തേണ്ടത്? ഞാൻ പരാജയപ്പെടുന്നത് എൻ്റെ എതിർ ടീമിനെയാണ്. അവിടെ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ സ്വാർത്ഥനായി കഴിഞ്ഞാൽ എനിക്ക് നാദരെ പരാജയപ്പെടുത്തി എന്നെക്കുറിച്ച് മാത്രം എനിക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ചിന്തിച്ചത് എൻ്റെ ടീം ജയിക്കുക, നാദര ജയിച്ചോട്ടെ. അപ്പോൾ ടീം ജയിക്കണമെങ്കിൽ ഒറ്റ ഓപ്ഷൻ എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ തോറ്റു കൊടുക്കുക. അല്ലെങ്കിൽ നാദര എന്ത് ചെയ്യും? നീലക്കട്ട എടുത്ത് തട്ടിക്കളയും, അവളുടെ കട്ട അവൾ കയറ്റി വയ്ക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നാദര, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അടുക്കി കൊണ്ടുവയ്ക്കുന്ന കട്ടയിൽ നീലക്കട്ട കുറവാണെങ്കിൽ ഉറപ്പായും അപ്പുറത്തുനിന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ച് നീ സേഫായിട്ട് നിന്നോണം, നമ്മൾ ജയിക്കണം. അങ്ങനെ എടുത്ത എൻ്റെ തീരുമാനത്തിലൂടെയാണ് ആ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം വിട്ടുകൊടുത്ത ഒരു മനുഷ്യനെ ദൈവം കണ്ടല്ലോ. ആ ക്യാപ്റ്റൻസി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നോമിനേഷൻ ഫ്രീ ആയി. അപ്പം ആരുടെയും സഹായമില്ലാതെ എൻ്റെ ശരിയായ ചിന്തകളിലൂടെ, എൻ്റെ നല്ല ചിന്തകളിലൂടെ തന്നെ മുന്നോട്ട് പോയപ്പോൾ കർമ്മണ്യവാധികാരസ്യ മാ ഫലേഷു കഥാചന എന്ന് പറയുന്ന സംഭവം എനിക്ക് വർക്കായി. ലാലേട്ടൻ കൈകൾ രണ്ട് പിടിച്ചിരിക്കുകയാണ്. ഏത് പൊക്കുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു, ഉറപ്പായിരുന്നു മനസ്സിൽ? ഉറപ്പായിരുന്നു, ഒരു ഭയമില്ല. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഞാൻ ജയിക്കരുതെന്ന് ഭയങ്കരമായ പ്ലാനുകളും കളികളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് നടന്നിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. വളരെ സീരിയസ് വിഷയങ്ങൾ. ആരാണ് എൻ്റെ പിന്നിൽ? അതൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അതൊക്കെ പറയുമ്പോ എല്ലാം പറഞ്ഞു പോകരുത്. അല്ല, അത് പിന്നെ വേണ്ട, അത് പറയാതെ പറയണം. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് വോട്ട് വന്നതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ ജയിച്ചത്. എന്നിട്ടും പിന്നിൽ കിടന്ന് കളിച്ചു. അതായത് ഇതിനകത്ത് കുറേ റോബോട്ടിക് വോട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വരികയും അത് അങ്ങനെ കുറെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആരാണ് അങ്ങനെ വോട്ടിംഗ് ചെയ്യാനുള്ള കളിക്കുന്നത്? അതൊക്കെ നടന്നു. അത് പോട്ടെ. ഞാൻ പറഞ്ഞത് ജസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം, അതായത് എൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഞാൻ ജനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. തീർച്ചയായും ഞാൻ ഓഡിയൻസ് എനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഹൗസിനകത്തിരുന്നുണ്ട്, എനിക്ക് വോട്ട് വേരിയേഷൻ പോലും ഭയങ്കരമായ ഒരു വേരിയേഷനിലായിരിക്കും ഞാൻ ജയിക്കുന്നതെന്നൊക്കെ ഞാൻ അത് പറയുന്നത്. ഇതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കണ്ടന്റുകളിലാണ് എനിക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഞാൻ പുറത്തിറങ്ങിയപ്പം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പോലും അവിടെ ഇരുന്നിട്ട് അവർക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് അവരിൽ കാണുന്നില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോഴും ഞാൻ കരുതി ഒരു പക്ഷേ അവരുടെ അമിതമായിട്ടുള്ള ഒരു സന്തോഷം കൊണ്ട് അവരുടെ ഫേസ് അത്രയും ഡള്ളായിട്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറത്തിറങ്ങി കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നിരുന്നു, കുറേ കാര്യങ്ങൾ ഒരു ബാഹ്യ ഇടപെടൽ നടന്നിരുന്നു. കുറേ ബാഹ്യ ഇടപെടൽ എവിടെയാണ്? ഏഷ്യാനെറ്റിൽ നടക്കും, എല്ലായിടത്തും വലിയ തലത്തിലൊക്കെ നടന്നിരുന്നു. മന്ത്രിതലത്തിൽ വരെ നടന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിന് പേരൊന്നും ചോദിക്കരുത്, അത്രയും മാത്രം, ജസ്റ്റ് ഒരു സൂചന മാത്രം, അത്രയും മതി. അല്ല, ഞാൻ ചോദിക്കുന്നത്, അഖില് പറയുന്ന ഒരാളാണ്, അല്ല അത് പറയാതെ പോകുന്നതല്ല മോശം. അല്ല, അഖിലിന് എന്തെങ്കിലും തന്റെയുള്ള ആളെന്നാണ്. അതല്ല, ആ തന്റെ അതിന്റെ ആവശ്യം പറയണം. അതിൽ ഇത്രയും മാത്രം ഏഷ്യാനെറ്റിൽ ഇടപെടൽ നടക്കും. അതുകൊണ്ടല്ല, ഏഷ്യാനെറ്റിലാണ് ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഏഷ്യാനെറ്റ് ഇടപെടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഏഷ്യാനെറ്റിനെ ചോദിച്ചത് എന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയാണെന്ന് വെച്ചപ്പോൾ അതുവരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിലേക്ക് വരെ ഇടപെടൽ നടന്നു. അത് അങ്ങനെ ഇടപെട്ടെങ്കിൽ ഇപ്പൊ റോബിൻ പറയുന്ന പോലെയാവും, ഏഷ്യാനെറ്റ് കുറ്റം പറയുന്ന പോലെയാവും. അപ്പൊ അത് ആളെ പറയുന്നത് നല്ലത് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞതല്ല. ഇത് ബാഹ്യ, അതായത് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് പുറത്തുനിന്ന്, ഏഷ്യാനെറ്റിനകത്തുനിന്നുള്ള ഇടപെടൽ എന്നല്ല ഞാൻ പറഞ്ഞു. പുറത്തുനിന്ന് ഞാൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ കളിച്ചിരുന്നു, ഞാൻ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ച് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. മന്ത്രിതലത്തിൽ അത് വരെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാരായിരിക്കും. അതെ അതെ അതെ. LDF തന്നെ ഞാൻ കേന്ദ്രമല്ല LDF വൈരാക്കാര് മന്ത്രിസഭയിൽ വരെ എന്നോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ, മറ്റുള്ള ചില ആൾക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നോട് വിരോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നോട് വിരോധമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ രണ്ടുപേരും മത്സരിക്കുന്നു, ഹൈദറിനോട് ആർക്കും വിരോധമില്ല, അഖിലിനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈദർ തോക്കണമെന്ന് അവരാഗ്രഹിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞത് എന്നോട് അഖിൽ തോൽക്കരുത് എന്നുള്ളതല്ല അവരുടെ മെയിൻ പ്ലാൻ, മറ്റേ ആൾ ജയിക്കുക. ഈ മന്ത്രി വിളിച്ചു എന്ന് ഏഷ്യാനെറ്റിൽ നിന്നല്ല പറഞ്ഞോ? അല്ല, എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്.
അത് പോട്ടെ, അത് ആ വിഷയം വിട്ടേക്കാം. ഞാൻ പറഞ്ഞതാണ്, ഇത് ചോദിച്ചുകൊണ്ട് പറഞ്ഞ ഇനി അതെടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞു പോണതിൽ ഏറ്റവും ഇത്രയും നല്ല മതി. മന്ത്രി വരെ ഇടപെട്ട് ഏഷ്യാനെറ്റിൽ വരെ ഇടപെട്ട് അഖിലിനെ തോൽപ്പിക്കാൻ. ഏഷ്യാനെറ്റ് വിളിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനായിരുന്നു ഫ്രണ്ട്? അല്ലല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് നമുക്ക് ഇനി അടുത്ത പരിപാടിയിൽ അടുത്ത കൊട്ടാരക്കര ഏരിയ എന്നുള്ള മന്ത്രി ആയിരിക്കും അല്ലേ? ഏയ് അവരൊക്കെ ബാലഗോപാലനാണെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും അല്ല, അദ്ദേഹമൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നായിരിക്കും അല്ലേ? ഇനി ഞാൻ 20 പേരെ പേരും ചോദിക്കും. വാ അടുത്ത ചോദ്യത്തിലേക്ക് വാ. അല്ല, ഇതൊരു ക്ലിയർ ആയിട്ട് പോകുന്നതല്ല നല്ലതെന്ന് ഓർത്താ. അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കും. അതാണ് മതി മതി. അഖിൽ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അഖില് വരാലാണ്, പിടി തരില്ല. ഞാൻ വരാലിനെ പിടിക്കും. അല്ല, ചൂണ്ടയിട്ടാ കൊത്തുകയും ചെയ്യും. ഇത്രയും മതി. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാ. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാ. പക്ഷെ അത്തരമൊരു പരാജയപ്പെടുത്താൻ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അല്ല, അങ്ങനെയൊക്കെയുള്ള ഇടപെടൽ പോലും നടന്നിരുന്നു. പക്ഷേ ജനങ്ങളുടെ അതിഭീകരമായ സപ്പോർട്ട്, അത് ഈവൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. 20 മന്ത്രിമാരാണ് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത് കേട്ടോ. ഒരു മന്ത്രി ചോദിച്ചോ, ബാലഗോപാൽ വെച്ച് ബാക്കി 19 മന്ത്രിമാർ. ഇത്രേ എനിക്ക് പറയാവുള്ളൂ. ആരാന്ന് എനിക്കറിയില്ല. അഖിൽമാരോടും തന്നെ ചോദിക്കുക. എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. അഖിൽ പറഞ്ഞാൽ ആ ഒരു മന്ത്രിയെ മാത്രം ആളുകൾ ഏറ്റെടുത്തേനെ. 19 പേര് ചോദ്യചിഹ്നത്തിൽ നിൽക്കുക. അതിൽ CPM, CPI, കേരള കോൺഗ്രസ്. മാണി ഗ്രൂപ്പിൽ നിന്നാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാണി ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി റോഷിയാണോ എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് മിസ്റ്റർ ഹൈദർ സംസാരിക്കുന്നത്? അറിയില്ലല്ലോ. മാണി പോകുമ്പോൾ ഇനി ജോസ് കെ മാണി LDF-ലേക്ക് എന്നൊരു ചോദ്യചിഹ്നം ഇട്ടു എന്ന് ഞാനെന്താ ഇതിവിടെ പറഞ്ഞത്? ഇതിവിടെ പറഞ്ഞെന്നറിയോ? അവതാരം ഹൈദർ ആയതുകൊണ്ടാ. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരും. പക്ഷെ പൂർണ്ണമാകണം. ഇത്രയും മതി. പൂർണ്ണമായില്ലെങ്കിൽ അത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. അതുകൊണ്ട് മാത്രം പൂർണ്ണമാക്കാൻ താല്പര്യമില്ലെങ്കിൽ പൂർണ്ണമാക്കാൻ അതുപോലെ പോകട്ടെ. ബാക്കി അയാൾ എങ്ങനെ പോകണം നോക്കട്ടെ. ആ മന്ത്രി അവരൊക്കെ എങ്ങനെ പോകുന്നു നോക്കട്ടെ. അതിനുശേഷം എൻ്റെ അടുത്ത് പറയും അല്ലേ? അന്ന് ഞാൻ വീണ്ടും കാണും. എൻ്റെ അടുത്തായിരിക്കും പറയുക ആ മന്ത്രി ആരാന്നുള്ളത് അല്ലേ? ഏഷ്യാനെറ്റ് അതിന് കൂട്ടി നിന്നിട്ടില്ലല്ലോ. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി ഷോയുടെ ഒരു സക്സസ്, ഒരു നല്ല കണ്ടസ്റ്റൻറ്റ് ജയിച്ച് വരണമെന്നുള്ളത് എൻ്റെ മോൾ ഷെയ്ൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി ആഗ്രഹിച്ചിരുന്നു. ഈ അഞ്ചാമത്തെ സീസണിലാണ് അഖില, ഞാൻ ഇപ്പോഴും പറയാം, ഏറ്റവും നന്നായിട്ട് ഒരു ജനകീയനായിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തി കൊണ്ട് താങ്കൾ തന്നെയാണ് കേട്ടോ. അത് എനിക്ക് എവിടെയും ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരാളാണ്. അത് ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ സിനിമ തിയേറ്ററിൽ പോയപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. വിനു എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തത്. അങ്ങനെ ജനകീയനായിട്ട് വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ശ്വേതാമേനോനുമായിട്ട് ഫോണിൽ വിളിച്ചെടുത്തു. ശ്വേതാമേനൻ ഈ തൊണത്തെ ബിഗ് സീസൺ കണ്ടില്ല. അപ്പോഴും ഞാൻ കേട്ടത് ഒരു ജനകീയനായിട്ട് ഒരാൾ ഇറങ്ങി വന്ന അഖിൽമാരാരാ എന്ന് എന്നോട് ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് സംസാരിച്ചത്. അപ്പം അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. ആ ഒരു മാർക്ക് തന്നെയാണ്, അത് നല്ല മാർക്ക് തന്നെയാണ്. അത്തരം ഒരാളെ പരാജയപ്പെടുത്താൻ ഒരു മന്ത്രി തലത്തിലൊക്കെ ഇടപെട്ടെങ്കിൽ അല്ല, അവിടെ ഞാനെന്നുള്ളതോ അവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളോ എന്നോ എനിക്കറിയില്ല. അവരാഗ്രഹിക്കുന്ന ചില ആൾക്കാർ ജയിച്ചു വരിക എന്ന് പറയുന്നതാണ്. ഒരാൾക്ക് വേണ്ടിയായിരുന്നു, പല ആളുകൾക്ക് വേണ്ടിയാണോ? അത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞത് നീ ജയിക്കരുത് എന്ന് പറയുന്നൊരു സംഭവം. കാരണം ഞാനാണ് ജയിക്കാൻ പോകുന്നത് എന്നൊരു ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് വരരുത് എന്നുള്ള ചില പ്ലാനുകളും പരിപാടികളും ഭയങ്കരമായ പ്രശ്നങ്ങളും ഒക്കെ നടന്നിരുന്നു. പലരും പല കാരണങ്ങളാൽ അറിയിച്ചു. റോബോട്ടിക് വോട്ട്, അതായത് ജനങ്ങളുടെ ഹോട്ട്സ്റ്റാറിലുള്ള സബ്സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വോട്ടുകളല്ലാതെ റോബോട്ടിക്കായിട്ടുള്ള വോട്ടുകൾ വന്നു. കമ്പനി എൻ്റെ മോളത് പിടിച്ചു. അങ്ങനെ കാണും. എനിക്ക് വന്നതെല്ലാം പ്യുവർ വോട്ടിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് അവർ ഇടപെട്ടു അല്ലേ? അവർ ഗ്രാൻഡ് ഫിനാലെ ഒരു പക്ഷേ മേ ബി മുന്നുള്ള എവിക്ഷനുകളിൽ അവരത്ര ഇടപെട്ട് ശ്രദ്ധിക്കത്തില്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലയിൽ അവർ അത്രയും ശ്രദ്ധിക്കും. അപ്പോൾ പണ്ടൊക്കെ ഇത് നടന്നിട്ടുണ്ടാകാം. പണ്ട് അറിയില്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ല, അതോ ഇതുകൊണ്ട് മാരാരായണ മാത്രമാണ് മന്ത്രിതലത്തിൽ ഇടപെട്ടതെന്നും സംശയിക്കേണ്ടി വരും. അതിനെയൊന്നും കുറിച്ച് എനിക്കറിയില്ല. അതിപ്പോൾ ഇപ്പം ഞങ്ങളിത് ഇപ്പോൾ വിളിച്ച ആൾക്കാരും തമ്മിലൊന്നും ഞാനും തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല.